അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 കപ്പ് അനുമോള് തൂക്കിയിരിക്കുകയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട്, അയ്യോ പി ആർ കൊടുത്തിട്ട് പി ആർ ജയിപ്പിച്ചതാണ്. കഴിഞ്ഞ സീസൺ ഒരു പൊട്ടനും ഈ സീസൺ ഒരു പൊട്ടിക്കും കിട്ടി എന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോ ഇടുന്ന കണ്ടു. ഈ പറയുന്ന ആളുകൾ കഴിഞ്ഞ സീസണിൽ പോയ ആളുകൾ വരെയുണ്ട്. ആ സീസണിൽ എന്തുകൊണ്ട് എന്നിട്ട് അവർ കപ്പടിച്ചില്ല, വന്നിട്ട് എൻ്റെ സ്വഭാവം എല്ലാം സൂപ്പറായി എന്നും പറഞ്ഞ് തിരിച്ചു വന്ന ആൾ ഇപ്പം കാണിക്കുന്നത് കറക്റ്റായിട്ടുള്ള നിലപാടാണോ? അതായത് അന്ന് ബിഗ് ബോസിൽ പോയിട്ട് തൻ്റെ സ്വഭാവമെല്ലാം നന്നായി, ഇനി ഞാൻ നല്ലൊരു മനുഷ്യനാണ്, വേറൊരു മനുഷ്യനാണ്, ആരെ കുറ്റം പറയൂല, അല്ലെങ്കിൽ ആർക്കും എതിരെയും സംസാരിക്കൂല എന്നെല്ലാം പറഞ്ഞ് വന്നിട്ട്, ആർക്കെതിരെയും സംസാരിക്കൂല എന്നല്ല, ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല എന്നെല്ലാം വന്ന് പറഞ്ഞിട്ട് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കാണുന്ന മീഡിയയ്ക്കെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു പൊട്ടനും ഈ വർഷം ഒരു പൊട്ടിക്കും കിട്ടും എന്നുള്ള രീതിയിൽ. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ പറയുന്ന ആളെ നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കണ്ണൻ, അതായത് കഴിഞ്ഞ വർഷത്തെ സായി കൃഷ്ണ എല്ലാ വീഡിയോസിലും പോയിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരു പൊട്ടനും ഈ വർഷം ഒരു പൊട്ടിക്കും ഇത് കിട്ടി, കപ്പ് കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതേ ആൾ അതിൻ്റെ അകത്തുനിന്ന് എന്തുകൊണ്ട് പിന്നെ കപ്പടിച്ചിട്ട് വന്നില്ല? അയാൾ എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സ്വഭാവം നന്നാക്കാൻ വേണ്ടി പോയതാണ്, ഞാൻ എൻ്റെ സ്വഭാവം നന്നായി, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് ഇപ്പോഴും ഇതേപോലെ കുത്തിത്തിരിപ്പും പരിപാടിയായിട്ടാണ് നടക്കുന്നത്. കുത്തിത്തിരിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഡയലോഗ്, അതായത് അസൂയയാണോ അതോ എന്താണ്? അതായത് ഇന്ന ആൾക്ക് കിട്ടുന്നതിനുള്ള അസൂയ കൊണ്ടോ? ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓക്കെ, അതെല്ലാം വിട്ടും. ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ അനീഷിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അനീഷിനെ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത്, അതായത് അനീഷ് ബിഗ് ബോസ് 7ലേക്ക് കടക്കുന്ന സമയത്ത് അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ലീവ് എടുത്തു, ഇതാ ഇപ്പൊ ലീവ് എടുത്തിട്ട് 2 വർഷത്തിലധികമായി കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ കിട്ടി. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വളരെ നല്ലൊരു വീട്ടിലേക്കാണ് പോകുന്നത്. ഒരുപാട് സ്ത്രീകളുള്ള വീടാണ്. എന്തോ ഒരു വിരുദ്ധത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീ വിരുദ്ധത എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെ മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് എതിരെ ചില പരാമർശങ്ങൾ സ്ത്രീകൾ നടത്തുന്നു, അങ്ങനെയൊക്കെ അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ ആണല്ലേ. വേറെന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കേട്ടല്ലോ. അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് അനീഷ് കയറുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഇയാളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ളതാണ്. അതായത് അന്ന് ഈ എപ്പിസോഡ് വന്ന സമയത്ത് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ടാണ് ഈ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ അനീഷ്, സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഈ അനീഷ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് യാതൊരു തരത്തിലുള്ള സ്ത്രീവിരുദ്ധതയും പറയുന്നതോ ചെയ്യുന്നതോ കണ്ടിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഈ അനീഷ് ഇതിൽ പറയുന്നുണ്ട് സ്ത്രീവിരുദ്ധനല്ല, അതായത് സ്ത്രീകൾ ആണുങ്ങൾക്കെതിരെ ഫേക്കായിട്ടുള്ള അലിഗേഷൻസ് കൊണ്ടുവരുന്നതിനെതിരെ സംസാരിക്കും എന്നുള്ള രീതിയിലാണ് അനീഷ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഗെയിമെല്ലാം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ഗെയിമെല്ലാം കഴിഞ്ഞു, പക്ഷേ എന്നാലും അനീഷ് നമ്മളെ പൊട്ടന്മാരാക്കിയോ എന്നുള്ള കാര്യം നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അന്ന് അനീഷ് അങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എത്രയോ തവണ ഇതേപോലെ പുരുഷന്മാർക്കെതിരെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾ പല എന്താ പറയുക അനാവശ്യ കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്തെല്ലാം ഈ അനീഷ് ഒരക്ഷരം മിണ്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒന്ന്, നമ്മുടെ ലക്ഷ്മി ഒനിയലിനെതിരെ പറഞ്ഞിട്ടുള്ള സംഭവം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അക്ബറിനെതിരെ അനുമോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ബസ്സിൻ്റെ സംഭവം. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലെല്ലാം ഈ പറയുന്ന അനീഷ് ഒരക്ഷരം മിണ്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ശരിക്കും ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫേക്കായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സ്ത്രീ വിരുദ്ധൻ എന്നുള്ള ഒരു കാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇപ്പം കോമണറായിട്ടാണല്ലോ വന്നത്. അത് വേറൊരു കഥ, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, കോമണറായിട്ടാണല്ലോ ഉള്ളിലോട്ട് വരുന്നത്. അപ്പം ഒരുപാട് പേര് അപേക്ഷയെല്ലാം കൊടുത്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളാണല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് വരുത്തിക്കുന്നത്. അപ്പം അനീഷിൻ്റെ കൂർമ്മ ബുദ്ധിയിൽ, അതായത് 5 വർഷമായിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് നടക്കുന്ന അനീഷിനെ വെറുതെ പോയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കയറ്റൂല എന്നറിയാം. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന അനീഷിൻ്റെ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഞാനൊരു സ്ത്രീ വിരുദ്ധനാണെങ്കിൽ, അതായത് സാധാരണ എല്ലാവരും സ്ത്രീകളെല്ലാം പൊക്കിയടിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് കാണുന്നവരാണ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക.
അപ്പം ഞാനൊരു സ്ത്രീവിരുദ്ധനാകുമ്പം ഒരു വെറൈറ്റി ആണല്ലോ, വ്യത്യസ്തതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്നുള്ള ഒരു കൂർമ്മ ബുദ്ധീൻ്റെ പുറകിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തതായിരിക്കുമല്ലോ, അല്ലേ പിന്നെ ലാലേട്ടൻ ചോദിക്കില്ലല്ലോ. അങ്ങനെയാണെന്ന് തോന്നുന്നു അനീഷ് ഇതിൻ്റെ ഉള്ളിൽ സ്ത്രീവിരുദ്ധനാണ് എന്നുള്ളൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കടക്കുന്നത്. പിന്നെ പുള്ളീൻ്റെ ഏതോ പോസ്റ്റിലോ അല്ലെങ്കിൽ വീഡിയോയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ സ്ത്രീവിരുദ്ധത എല്ലാം പരാമർശിച്ചിട്ടുള്ളൂ. പക്ഷേ അനീഷ് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു സ്ത്രീവിരുദ്ധതയും ഒരു സംഭവം പറഞ്ഞിട്ടില്ല. സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞിട്ട് അല്ല സംഭവം ഉദ്ദേശിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആണുങ്ങൾക്കെതിരെ ഫേക്കായിട്ടുള്ള അലിഗേഷൻസ് വരുന്നതിനെതിരെ സംസാരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനത്തെ ഒരുപാട് കേസുകൾ വന്നിട്ടും അനീഷിന് ആ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. അനീഷ് വേറെ പല പല ഇഷ്യൂസിനെല്ലാം ഭയങ്കരമായിട്ട് ഒച്ചയാക്കുന്ന അനീഷ്, പക്ഷേ ഇങ്ങനെയുള്ള കേസ് വന്ന സമയത്ത് ഒനീലിൻ്റെ കേസാണെങ്കിലും നമ്മുടെ എന്താണ് ആര്യൻ്റെ കേസ് വന്നപ്പോഴാണെങ്കിലും പിന്നെ വന്നിട്ട് ഈ അക്ബറിൻ്റെ കേസ് വന്നപ്പോഴാണെങ്കിലും ഒന്നും അനീഷിനെ നമ്മളവിടെ കണ്ടിട്ടില്ല. അപ്പം അനീഷ് എന്താണ് പറഞ്ഞിട്ട് കയറിയത്? ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്തെല്ലോ ആക്കുന്നെല്ലാം പറഞ്ഞിട്ടല്ലേ കയറിയത്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അനീഷ് അവിടെ ഫേക്കായിട്ടാണ് കയറിയത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാം. അതായത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല അഗ്രഷനും പരിപാടിയെല്ലാം ആയിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും ആൾ നല്ലൊരു മനുഷ്യനായി. അങ്ങനെ ആളുകളുടെ എല്ലാവരുടെയും സ്നേഹവും ഇതെല്ലാം പിടിച്ചു പറ്റി അങ്ങനെയാണ് പുള്ളി അവസാനം സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ അഖിൽ മാരാറിൻ്റെ വീഡിയോയിൽ അഖിൽ മാരാർ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിക്കുന്ന സമയത്ത് അനീഷ് എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്ന് വിചാരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഫേക്കായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ അനീഷ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അഖിൽ മാരാർ എന്താണ് പറഞ്ഞതെന്നുള്ളതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യം പറയാം. വിളിച്ചതിനപ്പുറം പിന്നെ കോമണർ കാറ്റഗറി വന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം. എനിക്ക് ഈ സീസണിൽ അണിയറ പ്രവർത്തകരോട് ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ, അത് ഈ സീസൺ കഴിയട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒന്ന്, അനീഷിനെ നിങ്ങൾ ഈ കോമണറായി തിരഞ്ഞെടുത്തതിനകത്ത് സത്യമുണ്ടോ എന്ന എൻ്റെ സംശയം. കാരണം 5ാം സീസണിലും 6ാം സീസണിലും ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് അനീഷ് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഈ 5ലും 6ലും ഒക്കെ അയാൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്തത്? ഒരാൾക്ക് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുമല്ലോ. ഇനി 2 സീസണിലും ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ഒരാൾ കൃത്യമായിട്ട് മൈജി നടത്തിയ ലോട്ടിങ്ങിലൂടെ ഈ പറയുന്ന പോളിങ്ങിലൂടെ ആ നറുക്കെടുപ്പിൽ നിന്ന് സക്സസ് ആയി എത്തി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അത് മാത്രമല്ല, അയാൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ തന്നെ ഏഷ്യാനെറ്റ് തന്നെ പഴയ പ്രോഗ്രാമിൽ ഒരുപാട് തവണ ഭാഗമായിട്ടുള്ള ഒരാളുമാണ്. സെലിമി ആൻസർ പോലുള്ള ഷോകളിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പം പിന്നെ അതേസമയം അനീഷ് ഒരു നല്ല ഗെയിമർ അല്ലേ, നിങ്ങൾ തീർച്ചയായിട്ടും അനീഷിനെ സെലക്ട് ചെയ്യണം. ഇനി ആരാണ് ഈ സീസണിൽ ഒരു കോമണർ? ഈ സീസണിൽ കോമണർ എന്ന പരിഗണന കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ഒരർത്ഥത്തിൽ സാബുമാനും നിവിനും ഒക്കെ ആയിരിക്കും. കാര്യം സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ അധികം ആക്റ്റീവ് അല്ലാത്ത. എങ്ങനെയുണ്ട്? ഇത് തന്നെയാണ് എനിക്കും തോന്നിയ സംശയം. അതായത് ഈ അഖിൽ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ആ ഒരു വീഡിയോ എല്ലാം വെച്ചിട്ട് എനിക്ക് ഡൗട്ട് തോന്നിയത്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അഖിൽ പറയുന്നത് അനുസരിച്ച്, അഖിൽ മാരാർ പറയുന്നത് അനുസരിച്ച് ഇദ്ദേഹം ഒരു കോമണർ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് ഇദ്ദേഹം 5 വർഷമായിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. 5 വർഷം മുമ്പ് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് 5 വർഷം മുമ്പുള്ള ബിഗ് ബോസിലൊന്നും കോമണറിനെ സെലക്ട് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു. അതായത് ഈ അഖിൽ മാരാറിൻ്റെ സീസൺ തൊട്ടാണ് ഒരു കോമണറിനെ വീടിൻ്റെ ഉള്ളിലേക്ക് വിടുന്നത്. അപ്പോൾ 5 വർഷം മുമ്പേ ഈ പറയുന്ന അനീഷ് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറണം. അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഒരു ബുക്ക് എഴുതുകയും പരിപാടിയൊക്കെ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തത്. അപ്പം ഇദ്ദേഹം ഒരു കോമണർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ശരിക്കും ഉറപ്പായിട്ടും പറ്റില്ല. കാരണം ഇദ്ദേഹം കഴിഞ്ഞ 2 സീസണിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു കോമണർ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പം കോമണറാണെന്ന് പറഞ്ഞിട്ട് കോമണർ ആയതുകൊണ്ട് അനീഷിനെ രക്ഷിക്കണം അല്ലെങ്കിൽ അനീഷിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അനീഷ് ശരിക്കും ഒരു കോമണർ ആണോ എന്ന് വെച്ചാൽ കോമണർ അല്ല എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം കാണുമ്പം എനിക്ക് തോന്നുന്നത്. അതായത് കഴിഞ്ഞ 2 സീസണിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ സെൽമി ആൻസർ പോലുള്ള പരിപാടികളിൽ അനീഷ് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ബുക്ക് എഴുതി, അതൊക്കെ വെച്ചിട്ടായിരിക്കും പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ അനീഷ് എന്ന് പറയുന്ന ആൾ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, നല്ല ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നല്ലൊരു ആൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ അനീഷിനെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് പലരും വന്ന് അനീഷിൻ്റെ ഫാൻസ് വന്നിട്ട് എന്നെ ചീത്ത വിളിക്കാനും ചാൻസ് ഉണ്ട്. അതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പം അനീഷ് ഇതിൻ്റെ ഉള്ളിൽ കള്ളം പറഞ്ഞിട്ടില്ല, അനീഷ് ഭയങ്കര ജെന്യൂൻ ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റി തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് പറഞ്ഞിട്ടുള്ള 1-2 കള്ളങ്ങൾ ലാലേട്ടൻ തന്നെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ്, അതായത് PR എന്താണെന്ന് അനീഷിന് അറിയില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ബിഗ് ബോസിന് വേണ്ടിയിട്ട് 5 വർഷമായിട്ട് കഷ്ടപ്പെടുന്ന അനീഷിന് PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല എന്നുള്ളൊരു ഡയലോഗ് ഈ ഹൗസിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന സമയത്തല്ല, അതിന് മുമ്പ് തന്നെ ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അനീഷ് പറയുന്നുണ്ടായിരുന്നു,
ബിഗ് ബോസിൽ നിന്ന് എനിക്ക് 2 ദിവസം മുമ്പാണ് കോൾ വന്നത്. അതും നമ്മുടെ ലാലേട്ടൻ പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2 ദിവസം മുമ്പാണോ അനീഷ വന്നിട്ടുള്ളത്? അപ്പോൾ അനീഷ് ബബ്ബബ്ബെ അടിച്ചു. 2 അല്ല, അത് ശരിക്കും 10, 12 ദിവസം മുമ്പേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉഡായിപ്പും പരിപാടിയൊക്കെ കാണിച്ച് തന്നെയാണ് അനീഷ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വന്നത്. അപ്പോൾ ഒരു കോമണറാണ് ആയിട്ടൊന്നും കണക്കാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും അനുമോളെ ഇങ്ങനെ കുറ്റം പറയുന്ന സമയത്ത്, അനുമോൾ അതാണ്, അനുമോൾ ഭയങ്കര ഫേക്കാണ് എന്നെല്ലാം പറയുന്ന സമയത്ത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന അനീഷും ഇതേപോലെയുള്ള ഉഡായിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന അനീഷിന് പി ആർ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അനീഷിനും പി ആർ ഉണ്ട്, ഷാനവാസിനും പി ആർ ഉണ്ട്, നെവിനും ഈ പറയുന്ന സാബുമാനും മാത്രമേ പി ആർ ഇല്ല എന്നുള്ളൊരു ഇത് അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും അവിടെ പി ആർ ഉണ്ടായിരുന്നു. പി ആറിൻ്റെ കഴിവ് പോലെ ഇരിക്കും ബാക്കിയുള്ള പരിപാടികൾ. അതായത് പി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഈ പി ആറുകാർക്ക് പണിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ശൈത്യേൻ്റെ പോലെയൊക്കെ ആയിപ്പോവും. ശൈത്യേൻ്റെ എല്ലാം പോലെ അതിൻ്റെ ഉള്ളിൽ വെറുതെ പോയി ഇരുന്നിട്ട് ഒരു കണ്ടൻറ്റും കൊടുക്കാണ്ടിരുന്നിട്ട് പി ആറിൻ്റെ തലയ്ക്ക് കയറിയിട്ട് യാതൊരു കാര്യമില്ല. ഇന്നലെ ആ ശൈത്യേൻ്റെ ഇരിപ്പെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം എന്തൊരു 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 എന്താ എന്താ പറയേണ്ടത്, യാതൊരു അസൂയയില്ലാത്തൊരു പാവം കുട്ടിയിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഈ അനുമോളെ കുറ്റം പറയുന്നവർ അനീഷിൻ്റെ ഇതേപോലുള്ള ചെറിയ ചെറിയ, ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അനീഷ് ഇതിൻ്റെ ഉള്ളിൽ വന്നതും. ഒരു കോമണർ എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കേണ്ട പോലും ആവശ്യമില്ല. നല്ലൊരു ഗെയിമർ ആയിരുന്നു പകുതി വരെ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീസണിൽ ഞാൻ ആരെയും പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ഗെയിമർ ഉണ്ടെന്നോ അങ്ങനെയൊന്നും, അഖിൽമാരാറിൻ്റെ സീസണിൽ അഖിൽമാറിനെ നമുക്ക് കണ്ണടച്ച് പറയായിരുന്നു ഒരു സൂപ്പർ ഗെയിമർ ആണെന്നുള്ളത്. അതേപോലെ പറയാനുള്ള ഒരാളും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. പക്ഷേ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും ലാസ്റ്റത്തെ വീക്കിൽ വന്ന് എല്ലാവരും കൂടി പഞ്ഞിക്കിട്ടപ്പം അനുമോള് ആ ഒരു മൈലേജിൻ്റെ പുറത്ത് കൂടുതൽ വോട്ട് നേടി വിജയിച്ചു, കപ്പടിച്ചു. ഇനിയിപ്പം വന്നിരുന്ന് ഒരു പൊട്ടിക്ക് കിട്ടി, കഴിഞ്ഞ വർഷം ഒരു പൊട്ടന് കിട്ടിയെന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് കരഞ്ഞുകൊണ്ടും ഇതാക്കിക്കൊണ്ടും യാതൊരു കാര്യമില്ല. കപ്പ് ഇപ്പം അതായത് അനുമോളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അനീഷിൻ്റെ ഈ ഒരു കാര്യം ഞാനിങ്ങനെ ഓർത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അഖിൽമാരാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾ അനീഷ് ഫാൻസ് വന്നിട്ട് തന്നെ പൊങ്കാല ഇടേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഈ പറയുന്ന വേറെ ആൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പം അനീഷ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോലും നിൽക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ മര്യാദയ്ക്ക് വോട്ടും മേടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനീഷിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ ഗെയിമെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പരിപാടിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളും കൂടി അറിയണം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.